നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സമയത്തിന് എങ്ങനെ കൂടുതൽ മൂല്യം കണ്ടെത്താം, എങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാമെന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വെറുതെ ടിപ്സല്ല, പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നുള്ള 7 പ്രധാനപ്പെട്ട പാഠങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അല്ല, ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ അടുത്തായി സമയം പറന്നു പോകുന്നതുപോലെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഒരു വർഷം, ഒരു മാസം പോലെ, ഒരാഴ്ച, ഒരു ദിവസം പോലെ. കണ്ണടച്ചു തുറക്കുന്നതിനു മുന്നേ എല്ലാം കഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ. എന്തുകൊണ്ടാണിത്? സത്യത്തില് നമുക്കിപ്പോൾ തോന്നുന്ന ഈ ഒരു കാര്യം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ്റാണ്ടുകൾക്ക് മുൻപേ പറഞ്ഞുവച്ചിട്ടുണ്ട്. ഇതൊരു അടയാളമാണ്, സമയം ചുരുങ്ങുന്നതിന്റെ അടയാളം. അപ്പോൾ ഇതിന്റെ അർത്ഥം നമ്മുടെ സമയത്തിൽ നിന്ന് അനുഗ്രഹം, അതായത് ബറക്കത്ത് നഷ്ടപ്പെടുന്നു എന്നതാണ്. അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാന പ്രശ്നം. അപ്പം ഈ സമയം ചുരുങ്ങുന്നതിന് എന്താണ് പരിഹാരം? അവിടെയാണ് ബറക്കത്ത് എന്ന വാക്കിന് പ്രാധാന്യം വരുന്നത്. നമ്മുടെ സമയത്തിന്റെ മൂല്യം പല മടങ്ങായി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവീകമായ ശക്തി. എന്താണ് ഈ ബറക്കത്ത് എന്ന് നമുക്കൊന്ന് നോക്കാം. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ, അതൊരു ഡിവൈൻ ബ്ലെസ്സിംഗ് ആണ്. അതായത് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക. നമ്മുടെ സമയത്തിന്റെ ക്വാളിറ്റി കൂട്ടുന്ന ഒരു ദൈവിക അനുഗ്രഹം. അതൊരു വെറും സങ്കല്പമല്ല, നേടിയെടുക്കാവുന്ന ഒരു ലക്ഷ്യമാണ്. പ്രമുഖ പണ്ഡിതനായ ഇബ്ൻ അതായില്ല പറഞ്ഞൊരു കാര്യമുണ്ട്. ചിലപ്പോൾ ഒരാൾക്ക് ഒരുപാട് ആയുസ്സുണ്ടാകും, പക്ഷെ കാര്യമായി ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. എന്നാൽ വേറൊരാൾ കുറഞ്ഞ കാലം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും. അതാണ് ബറക്കത്തിന്റെ ശക്തി. ഇത് വർഷങ്ങളുടെ എണ്ണമല്ല, നമ്മുടെ കർമ്മങ്ങളുടെ ഗുണമേന്മയാണ് പ്രധാനമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ശരി, ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കാം. എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ ബറക്കത്ത് കൊണ്ടുവരാം? പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് നേരിട്ടുള്ള വളരെ പ്രായോഗികമായ 7 വഴികളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം ഇതാണ്: ഒരു മോർണിംഗ് പേഴ്സൺ ആവുക. അതായത് പ്രഭാതങ്ങളെ ഏറ്റവും നന്നായി ഉപയോഗിക്കുക. ഒരു ദിവസത്തിലെ ഏറ്റവും ബറക്കത്തുള്ള സമയം അതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും നേരത്തെ ദിവസം തുടങ്ങുന്ന ഒരു ശീലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രാർത്ഥന നോക്കൂ: അല്ലാഹുവേ, എന്റെ സമുദായത്തിന് അവരുടെ പ്രഭാതങ്ങളിൽ ബറക്കത്ത് നൽകണമേ. ആ സമയത്ത് ഒരു പ്രത്യേക അനുഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ ഒരു സൈന്യത്തെ യുദ്ധത്തിനയക്കുമ്പോൾ പോലും അതിരാവിലെ അയച്ചിരുന്നത്. രണ്ടാമത്തെ താക്കോൽ ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ സമയത്തിൽ നിന്ന് ബറക്കത്ത് എടുത്തു കളയുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അതായത് പാപങ്ങളിൽ നിന്നും അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നും. ഇമാം മാലിക് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയായ ഇമാം ഷാഫിയോട് പറഞ്ഞ ഒരു കാര്യമാണിത്. നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു ഒരു വെളിച്ചം നൽകിയിട്ടുണ്ട്. പാപങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും ആ വെളിച്ചത്തെ കെടുത്തിക്കളയുന്ന ഇരുട്ടാണ്. ആ പ്രകാശം പോയാൽ പിന്നെ നമ്മുടെ സമയത്തിലെ ബർക്കത്തും പോകും. ഇനി മൂന്നാമത്തെ കാര്യം, ഇതൊരു പക്ഷേ നിങ്ങൾക്ക് ഒരു കൗണ്ടർ ഇൻറ്റ്യൂറ്റീവായിട്ട് തോന്നാം. അതായത് കുടുംബവുമായി നല്ല ബന്ധം സ്ഥാപിക്കുക. അതിന് സമയത്തിൽ ബറക്കത്തുമായി എന്തു ബന്ധം അല്ലേ? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് കുടുംബത്തിനു വേണ്ടി സമയം കൊടുത്താൽ നമ്മുടെ സമയം കുറഞ്ഞു പോകുമെന്നാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നേരെ തിരിച്ചാണ്. ആരെങ്കിലും കുടുംബബന്ധം നന്നായി കൊണ്ടുപോകുന്നുവോ, അല്ലാഹു അവരുടെ ഉപജീവനത്തിലും ആയുസ്സിലും, അതായത് സമയത്തിലും ബറക്കത്ത് നൽകുമെന്നാണ്. ശരി, ഇനി 4ാമത്തെ പോയിന്റിലേക്ക് വരാം. ഇത് വളരെ സിമ്പിളാണ്, പക്ഷെ അത്ര തന്നെ പവർഫുള്ളുമാണ്. നന്ദിയുള്ളവരാവുക, അതായത് ശുക്ർ ചെയ്യുക. നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും എന്ന് അല്ലാഹു ഖുർആനിൽ പറയുന്നു. നമ്മുടെ സമയത്തിന്റെ കാര്യത്തിലും ഇത് ശരിയാണ്. നമുക്ക് കിട്ടിയ സമയത്തിന് എങ്ങനെ നന്ദി കാണിക്കാം? ആ സമയം മറ്റൊരാളെ സഹായിക്കാനോ നല്ല കാര്യങ്ങൾക്കോ ഉപയോഗിക്കുക. അപ്പോൾ അല്ലാഹു നമ്മുടെ സമയത്തിൽ കൂടുതൽ ബറക്കത്ത് നൽകും. 5ാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിലെ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാവേണ്ട ഒന്നാണ്. ദിവസവും ഖുർആനുമായി ഒരു ബന്ധം സ്ഥാപിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നത് ബറക്കത്താണ്, അത് ഒഴിവാക്കുന്നത് വലിയ നഷ്ടമാണ്. ദിവസവും ഖുർആനിൽ നിന്ന് കുറച്ചെങ്കിലും ഓതുന്നത് നമ്മുടെ ദിവസത്തിൽ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ടുവരും, മടിയെയും മറ്റു പ്രയാസങ്ങളെയും അകറ്റി നിർത്തും. 6ാമത്തെ പോയിന്റ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കൂടെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒന്നാണ് ദിക്ർ, അതായത് അല്ലാഹുവിനെ സ്മരിക്കുന്നത് ഒരു ശീലമാക്കുക. മുഫർരിദുകൾ മുന്നേറിയിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ആരാണവർ എന്ന് ചോദിക്കപ്പെട്ടു. അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്നവരാണവർ എന്നായിരുന്നു മറുപടി. ഇതിന്റെ അർത്ഥം ദിക്ർ എവിടെയിരുന്നും എപ്പോഴും ചെയ്യാവുന്ന ഒന്നാണ്. വണ്ടി ഓടിക്കുമ്പോഴും നടക്കുമ്പോഴുമെല്ലാം
അല്ലാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓരോ നിമിഷത്തിലും ബറകത്ത് നിറയ്ക്കും. ശരി, ഇതാ അവസാനത്തെ 7ാമത്തെ താക്കോൽ. ഇതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തെ മുഴുവനായി മാറ്റിമറിക്കാൻ കഴിവുള്ള ഒന്നാണ്. നമ്മൾ ആരുടെ കൂടെയാണ് സമയം ചെലവഴിക്കുന്നത് എന്നത് വളരെ നിർണായകമാണ്. നമ്മുടെ കൂട്ടുകെട്ട് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇബ്നു അബ്ബാസിന്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവം. നമുക്ക് ആ കഥയൊന്ന് കേട്ടുനോക്കാം. കഥ തുടങ്ങുന്നത് പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷമാണ്. ഇബ്നു അബ്ബാസ് അന്നൊരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന്റെ മുന്നിലൊരു വലിയ അവസരം തുറന്നുകിട്ടി. ഇബ്നു അബ്ബാസ് തന്റെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞു, നമുക്ക് പ്രവാചകന്റെ സഹാബികളുടെ അടുത്തുപോയി അറിവ് പഠിക്കാം. എന്നാൽ ആ സുഹൃത്ത് അത് കാര്യമാക്കിയില്ല. അയാൾ കളിയിലും വിനോദത്തിലും മുഴുകി. പക്ഷെ ഇബ്നു അബ്ബാസ് തന്റെ സമയം ഭാവിക്കുവേണ്ടി നിക്ഷേപിക്കാൻ തീരുമാനിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. ഇബ്നു അബ്ബാസ് ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ ഒരു സമുദ്രമായി മാറി. ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ വന്നു. അപ്പോഴോ അദ്ദേഹത്തിന്റെ പഴയ സുഹൃത്ത് അപ്പോഴും വിനോദങ്ങളിൽ സമയം കളയുകയായിരുന്നു. നോക്കൂ, ഒരൊറ്റ തീരുമാനം, ഒരു കൂട്ടുകെട്ട് അവരുടെ ജീവിതത്തെ എങ്ങനെയൊക്കെയാണ് മാറ്റിയത്. അപ്പോ നമ്മൾ ഈ പറഞ്ഞ 7 കാര്യങ്ങൾ വെറുതെ കേട്ടുപോകാനുള്ളതല്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാനുള്ളതാണ്. നമുക്കീ പാഠങ്ങൾ ഒന്നുകൂടി ഓർത്തെടുക്കാം. അപ്പോ ഇതാണ് ആ 7 താക്കോലുകള്. 1. അതിരാവിലെ തുടങ്ങുക. 2. പാപങ്ങളും അനാവശ്യ കാര്യങ്ങളും ഒഴിവാക്കുക. 3. കുടുംബബന്ധം ചേർക്കുക. 4. എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. 5. ദിവസവും ഖുർആൻ ഓതുക. 6. ധിക്റ് ഒരു ശീലമാക്കുക. പിന്നെ 7ാമത്തത് നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. അവസാനം ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സമയമെന്നത് അല്ലാഹു നമ്മളെ ഏൽപ്പിച്ച ഒരു അമാനത്താണ്, ഒരു വിശുദ്ധമായ സൂക്ഷിപ്പ് സ്വത്താണ്. അത് വെറുതെ കളയാനുള്ളതല്ല. അപ്പോൾ നിങ്ങളുടെ ഈ അമൂല്യമായ സമയം നിങ്ങൾ എങ്ങനെയാണ് നിക്ഷേപിക്കാൻ പോകുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ.